ഹായ് ഓൾ, ദിസ് ഇസ് ഫ്രൈഡേ ആഫ്റ്റർനൂൺ. ഇന്നൊരു 11 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് ഇവിടെ നല്ല കാറ്റും മഴയുണ്ട്. ഈ മഴയത്ത് തണുപ്പത്ത് ചൂട് പൊതിച്ചോറ് കഴിക്കാനായിട്ടൊരാഗ്രഹം. അങ്ങനെ കുക്കറിലതേ എപ്പോഴത്തെയും പോലെ ഒരു ഗ്ലാസ് അരിയിട്ടു. കാറ്റ് വന്ന് വിളിക്കുമ്പോൾ ഇറങ്ങിപ്പോണത് കറണ്ടിന്റെ പതിവാണല്ലോ. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ സ്ട്രിപ്പ് ലൈറ്റ്സ് ഒന്നും കത്തത്തില്ല. ചമ്മന്തി അരയ്ക്കാൻ നേരം ആകുമ്പോഴത്തേക്ക് കറണ്ടിങ് എത്തിക്കണേ കർത്താവേ എന്നും പറഞ്ഞിട്ട് ഞാൻ എന്തായാലും പരിപാടി തുടങ്ങുവാണ്. ചോറും ചമ്മന്തിയും കിഴങ്ങ് മസാലയും കോവയ്ക്ക മെഴുക്ക് പുരട്ടിയും ഓംലെറ്റും കുറച്ച് വെളുത്തുള്ളി അച്ചാർ ഇരിപ്പുണ്ട്, മാങ്ങ അച്ചാറും ഉണ്ട്. ഇതൊക്കെയാണ് ലഞ്ചിന്റെ മെനു. 10:30 വരെ ഞാനും പിള്ളേരും കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. എണീറ്റ് ഓട്സ് കാച്ചി പിള്ളേർക്കും കൊടുത്ത് ഞാനൊരു പാൽച്ചായ, ഒരു ഇഞ്ചി ചായ ഇട്ട് കുടിച്ചിട്ടാണ് ഈ പരിപാടിയൊക്കെ തുടങ്ങിയേക്കുന്നത്. സെപ്റ്റംബർ 9 ഞായറാഴ്ചയാണെങ്കിൽ അന്നും, അതല്ല എങ്കിൽ അത് കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചയായിട്ടാണ് നമ്മുടെ തൊട്ടടുത്ത് കാണുന്ന മാതാവിന്റെ കുരിശടിയിലെ പെരുന്നാളിനോടനുബന്ധിച്ച് ഒന്ന് സ്ലിം ആവാന്ന് കരുതിയിട്ട് ഇപ്പൊ സ്ഥിരമായിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും തട്ടിക്കൂട്ടുകയാണ് പതിവ്. രാത്രി വിശന്നാൽ മാത്രം ഓട്സോ ചപ്പാത്തിയോ കഴിക്കും. പക്ഷെ ലഞ്ച് അതെനിക്കൊരു വികാരമാണ്. ഈ ഇന്നസെന്റ് പറയുന്ന പോലെ ജീവിതത്തിൽ മടുക്കാത്ത ഒരേ ഒരു പരിപാടിയുള്ളൂ, ഇങ്ങനെ ഊണ് കഴിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, എനിക്ക് ഓരോ ദിവസവും ഓരോ വൈബാണ്. ഇന്നിപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊന്നും തന്നെ ഞാൻ തൊടുന്നില്ല. കംപ്ലീറ്റ്ലി നാടൻ. 2 കറിച്ചട്ടികളിലായിട്ട് നമുക്ക് കിഴങ്ങും കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയെടുക്കാം. വെളിച്ചെണ്ണയിൽ ചെറിയുള്ളിയും പച്ചമുളകും വാടുമ്പോൾ അതിലേക്ക് പൊടികളായിട്ട് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയിട്ട് കിഴങ്ങ് ആഡ് ചെയ്ത് അല്പം ഉപ്പിട്ട് ഒന്ന് വഴറ്റി വെള്ളം ഒഴിച്ച് വേഗം വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ചെറിയുള്ളിയും പച്ചമുളകും ഇട്ട് വഴറ്റി പൊടികളായിട്ട് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ആഡ് ചെയ്ത് മൂപ്പിച്ച് കോവയ്ക്കയും തക്കാളി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ലേശം വെള്ളം ഒഴിച്ച് കോവയ്ക്കയും വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. ചമ്മന്തി അരയ്ക്കാനായിട്ട് നിമ്മലമ്മ തിരികെ തന്ന തേങ്ങ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. കുറച്ച് ഇഞ്ചി, ചെറിയുള്ളി, 2-3 കാന്താരി മുളക്, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് സാദാ മുളക് പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി. കാന്താരി മുളകിന് എരിവുണ്ടായിരിക്കും, നിറത്തിന് കാശ്മീരി മുളക് പൊടിയും. ലോ ഫ്ലെയിമിൽ കുക്കർ ഒരു വിസിൽ അടിച്ചിട്ടുണ്ട്. അതെടുത്ത് ഇനി അങ്ങോട്ട് പുറത്തേക്ക് മാറ്റി വെക്കാം. ഇവിടുത്തെ പരിപാടികളൊക്കെ ഒന്ന് ഒതുങ്ങുമ്പോഴേക്ക് ചോറ് അടച്ചിടാൻ പാകമാവും. ഓംലെറ്റിനായിട്ട് ഞാനൊരു 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. ചെറിയുള്ളിയും കാന്താരി മുളകും കൂടെ അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ഒരിത്തിരി വെള്ളവും കൂടെ ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പാനിൽ ഒഴിച്ച എണ്ണ നന്നായിട്ട് അങ്ങോട്ട് ചൂടായിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഓംലെറ്റിനുള്ളത് ഒഴിച്ചിട്ട് 2 കറികളും ഒന്ന് ഇളക്കി കൊടുത്തു. പൊട്ടറ്റോ ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്, പക്ഷെ കോവയ്ക്ക ഒരിത്തിരി കൂടെ വേവണം. പുറത്ത് ഉഗ്രൻ കാറ്റ് കാരണം വാഴയില മൊത്തം കീറിക്കിടക്കുക. പൊതിയാനായിട്ട് ഒരില പോലും മര്യാദയ്ക്ക് കിട്ടിയില്ല. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, പൊതിച്ചോറങ്ങ് പ്ലാച്ചിപ്പോയെന്ന്. ഇനിയിപ്പോൾ എല്ലാവർക്കും കൂടെ ചോറിടുന്ന പാത്രത്തിൽ നല്ല ചൂട് ചോറും 2 ഓംലെറ്റും കുറച്ച് ചമ്മന്തിയും കിഴങ്ങ് മസാല പുരട്ടിയതും കോവയ്ക്കയും തക്കാളിയും കൂടെ മെഴുക്ക് പുരട്ടിയതും വെളുത്തുള്ളി അച്ചാറും അല്പം മാങ്ങ അച്ചാറും ഒക്കെ ആയിട്ട് ചോറ് തിന്നാം. ഇവിടെ ചെക്കൻ്റെ വീട്ടുകാരുടെ ബോഡി ഷോ നടക്കുന്നത് കൊണ്ട് വാരി കൊടുക്കുന്നത് ഞാൻ അങ്ങോട്ട് എടുത്തിട്ടില്ല. നാളെ കാണാം.